യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ ആലയത്തിൽ പ്രാർത്ഥനകളും ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി മാറുന്ന ഒരു ദിവസമാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊള്ളാം. ഈ പുണ്യഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കൊക്കെ ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, നല്ല ഉറപ്പുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളാണ് ഞങ്ങൾ കാണുന്നത്, അറിയുന്നത്, മനസ്സിലാക്കുന്നത്. എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുകയാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. കർത്താവേ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ. അവിടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കണമേ. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി ഇവരിൽ പ്രവർത്തിക്കട്ടെ. നമുക്കൊരു നിമിഷം ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രാർത്ഥനയെയും അങ്ങ് സ്വീകരിക്കണമേ. എൻ്റെ കുടുംബത്തിലെ വിഷമങ്ങൾ, വേദനകൾ അതെല്ലാം ഞാനിന്ന് ഓർമ്മയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കട്ടെ. അങ്ങയുടെ വചനം ഇന്നും ജീവിക്കുന്ന വചനമാണെന്ന് വിശ്വസിക്കുന്നു. ആ വചനത്തിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വിടുതൽ കൊണ്ടുവരണമേ. ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറക്കണമേ. എല്ലാ പൈശാചിക ആധിപത്യങ്ങളെയും തടസ്സങ്ങളെയും വലിച്ചെറിയണമേ, എടുത്തു മാറ്റണമേ. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കാം. ഒരിക്കൽ ധ്യാനിച്ച ദൈവവചനമാണ്, എങ്കിലും ഒന്നും കൂടെ ശ്രദ്ധിക്കുകയാണ്. 1 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ തുറന്നിട്ടുണ്ടെന്നല്ല, എനിക്ക് ദൈവം തുറന്നു തന്നിട്ടുണ്ട്. അപ്പോൾ ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള വലിയ വാതിൽ ആരാണ് ഒരാൾക്ക് തുറന്നു കൊടുക്കുന്നത്? അത് ദൈവമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പക്ഷെ അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള വലിയ വാതിലൊക്കെ തുറന്നിട്ടുണ്ട്, പക്ഷേ പ്രതിയോഗികൾ, എതിർപ്പുകൾ, വെല്ലുവിളികൾ, കളിയാക്കുന്നവർ, വിമർശിക്കുന്നവർ കുറച്ചു പേരല്ല, വളരെയേറെ ഉണ്ട്. പക്ഷേ ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാകും, പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വെല്ലുവിളികളോ ഒക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, നിനക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള വാതിൽ ദൈവം മറുവശത്ത് തുറന്നു തന്നിട്ടുണ്ട്. ഇപ്പുറത്തുള്ള പ്രതിയോഗികളും വെല്ലുവിളികളും വിമർശിക്കുന്നവരും കളിയാക്കുന്നവരെയും കണ്ട് നീ ഡൗണായി, ഡെസ്പായി. ഒരു കാര്യം പറയട്ടെ, ഈ പ്രതിയോഗികളെയും വെല്ലുവിളികളെയും കണ്ട് മടുത്തു പോകരുത്, ഡൗൺ ആകരുത്. നിങ്ങളോട് പറയാം, മനസ്സ് തുറന്ന് പറയാം, പ്രാർത്ഥനയോടെ പറയാം, ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ, വെല്ലുവിളികളുടെ മുമ്പിൽ മടുത്തു പോകരുത്, ഡൗൺ ആകരുത്. നിനക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ദൈവം ഒരു വാതിൽ തുറന്നു തന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്, പഠിക്കുന്ന പഠനം, ആ IELTS, ആ പുതിയ ഭാഷ, ആ പഠിക്കുന്ന ലാംഗ്വേജ്, നിനക്ക് ദൈവം ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള വാതിലാണ് തുറന്നു തന്നിരിക്കുന്നത്. ഇപ്പുറത്ത് സാമ്പത്തികമില്ല, പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു, വിമർശിക്കുന്നു, കളിയാക്കുന്നു, പ്രതിയോഗികൾ ധാരാളമാണ്. പക്ഷെ മടുത്തു പോവരുത്. ദൈവമാണ് ഫലപ്രദമായി വിജയിക്കാനുള്ള വാതിൽ നിനക്ക് തുറന്നു തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. ഫലപ്രദമായി എങ്ങനെയും പ്രവർത്തിക്കാനുള്ളതല്ല, എന്തേലും ചെയ്യാനുള്ള വാതിലല്ല. അത് ഫലപ്രദമായി എന്ന് പറഞ്ഞ വിജയപ്രദമായി, വളരെ സക്സസ്ഫുള്ളായി ചെയ്യാനുള്ളൊരു വാതിൽ ദൈവം നിനക്ക് തുറന്നു തന്നിട്ടുണ്ട്. പക്ഷെ അപ്പുറത്ത് എന്തുണ്ട്? പ്രതിയോഗികളുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ട, അത് വലിയ സീരിയസ് ആയിട്ട് കാണണ്ട, അതിലൊന്നും കണ്ട് ഡൗൺ ആകണ്ട. അതിൽ ഡൗൺ ആയിട്ടിരിക്കുന്നവരാ പകുതി പേരും, അതിൽ ഡെസ്പായിട്ടിരിക്കുന്നവരാ പകുതി പേരും. പലരും മടുത്തിരിക്കുക, പ്രാർത്ഥിച്ചു മടുത്തു, ഇനി വിശ്വസിച്ച് മടുത്തു, ദൈവത്തിൽ ആശ്രയിച്ചു മടുത്തു, ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കേട്ടുമടുത്തു, അവരുടെ വർത്താനം കേട്ടും മടുത്തു, പ്രവൃത്തി കണ്ടു മടുത്തു, അവരുടെ മുഖഭാവം കണ്ട് മടുത്തു. മടുത്തു പോവരുത്, മടുത്തു പോവരുത്, ഒരിക്കലും മടുത്തു പോവരുത്. ദൈവം ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കാം, വാതിൽ അടയ്ക്കുന്നവരുണ്ട്. നീ ഉയരങ്ങളിൽ എത്താതിരിക്കാൻ,
നീ വിജയിക്കാതിരിക്കാൻ, ആ നന്മ നിനക്ക് ലഭിക്കാതിരിക്കാൻ, ആ വിധത്തിൽ നീ ഷൈൻ ചെയ്യാതിരിക്കാൻ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മന്ത്രം കൊണ്ട്, തന്ത്രം കൊണ്ട് വാതിലടയ്ക്കുന്നവരുണ്ട്. ജീവിതത്തിന് ചുറ്റുമുണ്ട് വാതിലടയ്ക്കുന്നവർ. ദൈവം ആരാന്നറിയാമോ? ആരൊക്കെ വാതിൽ എന്തൊക്കെ ചെയ്ത് അടച്ചാലും ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള വാതിൽ എനിക്കും നിങ്ങൾക്കും തുറന്നു തരുന്നവനാണ്. ഈ ശുശ്രൂഷ പോലും നിങ്ങളിലെത്താൻ ദൈവം തുറന്നൊരു വലിയ വാതിലാണ്, ദൈവം തുറക്കുന്ന വാതിലാണ്. പ്രതിയോഗികളുണ്ട്. നമുക്ക് പലരോടും ദേഷ്യവും വിഷമവും പിണക്കവും ഉണ്ട്. നമ്മൾ ചോദിച്ചാൽ പറയാം, അവരൊക്കെ നമ്മുടെ വഴി അടച്ചു, വഴി അടയ്ക്കാൻ ശ്രമിക്കുന്നു. നമുക്കൊരു നന്മ വരാൻ സമ്മതിക്കുന്നില്ല, ഒരു നല്ലത് വരാൻ അവർ അനുവദിക്കുന്നില്ല, അവർ വാതിലടയ്ക്കുവാണ്. നമുക്ക് അവരോട് ചില പിണക്കങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, ആ പിണക്കങ്ങളൊക്കെ അവരോട് പിണങ്ങണ്ട. ലോകം ആരംഭിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെയുള്ള വാതിലടയ്ക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം ആരാന്നാ നിങ്ങളോട് പറഞ്ഞു? ആ ദൈവത്തിൻ്റെ പേരാണ് യേശു. ആ യേശു ക്രിസ്തു. യേശു പറഞ്ഞില്ലേ, ഞാനാണ് വഴിയും സത്യവും വഴിയും വാതിലും ഒക്കെ ഞാനാണ്. ദൈവമാ വാതിലും വഴിയും തുറക്കുന്നത്. ആരൊക്കെ അടച്ചാലും അത് അടയപ്പെട്ടൊന്നും പോകത്തില്ല. ആ അടച്ചവൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴി അടഞ്ഞു പോകത്തുള്ളൂ. നമുക്കുള്ള അനുഗ്രഹത്തിൻ്റെ വാതിൽ ദൈവമാ തുറന്നത്. ആ വാതിൽ വേറൊരാൾക്ക് അടച്ചു കളയാൻ കഴിയത്തില്ല. നിനക്ക് വിജയപ്രദമായി മുന്നോട്ട് പോകാൻ, സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകാൻ ദൈവം ഒരു വാതിൽ തുറക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ പറയാറില്ലേ, മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്ത വിധം എൻ്റെ മുമ്പിൽ വാതിൽ അടഞ്ഞിരിക്കുവാണ്. മുമ്പോട്ടൊരു സ്റ്റെപ്പ് പോലും, ഒരു തുള്ളി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ്. വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം ഇന്ന് വഴിയും വാതിലും തുറക്കും. ദൈവം എനിക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള വഴിയും വാതിലും ദൈവം തുറക്കും. എൻ്റെ കൂടെ ഒരു 2 പ്രാവശ്യം പറയാമോ? വിശ്വസിച്ച്, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഫലപ്രദമായി മുന്നോട്ട് പോകാനുള്ള വഴിയും വാതിലും ദൈവം തുറക്കും. അത് ശുശ്രൂഷയിലാണേലും, ആത്മീയതയിലാണേലും, ഭൗതിക മണ്ഡലത്തിലാണേലും, ശുശ്രൂഷയിലാണേലും, സാമ്പത്തികത്തിലാണേലും, ബിസിനസ്സിലാണേലും, വിദ്യാഭ്യാസത്തിലാണേലും പറഞ്ഞ് എനിക്ക് ഫലപ്രദമായി മുന്നോട്ട് പോകാനുള്ള വഴിയും വാതിലും ദൈവം തുറക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇത് വചനം കേൾക്കുന്ന നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുവാണോ, പങ്കെടുക്കാൻ ആഗ്രഹിച്ചാണോ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ഈ ദിവസം കിട്ടുന്ന അനുഗ്രഹമാണ്. ഫലപ്രദമായി എൻ്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ എന്നോടെക്കുറിച്ച് പറയുന്നത്, ഒരു സമാധാനം തരുന്നില്ല. ഞാൻ എങ്ങനെ IELTS പഠിക്കും, ഞാൻ എങ്ങനെ OET പഠിക്കും, ഞാൻ എങ്ങനെ ആ രാജ്യത്ത് പോകും, എനിക്ക് സാമ്പത്തികമില്ല, ലോണ് കിട്ടുന്നില്ല. പ്രതിയോഗികളുണ്ട്. അവിടെ ഇരിക്കട്ടെ, മടുത്തു പോവല്ലേ. ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള വഴിയും വാതിലും ദൈവം നിനക്ക് തുറക്കും. വിശ്വാസത്തോടെ ആ യുവതി പറ, മനസ്സും അടുക്കരുത്. സഹോദരി പറ, സഹോദരൻ പറ, ഈ കുടുംബം ഒരുമിച്ച് പറ, ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള വഴിയും വാതിലും ദൈവം എനിക്ക് വേണ്ടി തുറക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഒരു 10-30 പ്രാവശ്യം അത് പറ. ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള വഴിയും വാതിലും ദൈവം എനിക്ക് തുറക്കും. പ്രതിയോഗികളുണ്ട്. അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ. ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. വഴിയും വാതിലും ദൈവം എനിക്ക് തുറക്കും. വഴിയും വാതിലും നിൻ്റെ കുടുംബത്തിനൊരു ദൈവം തുറക്കും. വഴിയും വാതിലും അടഞ്ഞു ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുവാണോ? വഴിയും വാതിലും ദൈവം തുറക്കും. വഴിയും വാതിലും ദൈവം തുറക്കും. ഹല്ലേലൂയ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായി ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുക. എല്ലാവരും ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ നിയോഗം എഴുതി കൊടുക്കാം. നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കൽക്കുരിശിൽ എണ്ണയൊഴിക്കാം. കുരിശിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൈവിരൽ കൊണ്ട് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ ഒരു അത്ഭുതം കണ്ടതാണ്. കൈവിരൽ കൊണ്ട് എഴുതി പ്രാർത്ഥിക്കുന്നവരെ കണ്ടു. അവർ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. ഒരു വിശ്വാസമാണത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചിലർ മുട്ടിന്മേൽ നിയോഗം ഉയർത്തിപ്പിടിച്ച് മുട്ടിൽ വലിഞ്ഞ് ചാപ്പലിൻ്റെ മുന്നിൽ പോയി ദിവികാരത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിയോഗം വെച്ചിരിക്കുന്ന പാത്രത്തിലിടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം സൂക്ഷിക്കട്ടെ. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് നിങ്ങൾക്കും ദൈവിക സംരക്ഷണം വേണം. ഇന്നലെ ഒരാൾ പറയുവാണ്, ഞാൻ ഒത്തിരി ആരോഗ്യത്തോടെ നടന്ന ഒരാളാണ്, പെട്ടെന്ന് എനിക്ക് സ്ട്രോക്ക് വന്നു, ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയി, ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്നുണ്ടായ ഒരു ടെൻഷൻ, ഒരു വിഷമം, ഒരു വേദന, സ്ട്രോക്കായി ഒരു ഭാഗം തളർന്നു പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ കിടക്കുന്നു. പ്രിയപ്പെട്ടവർ, നമുക്ക് ശരീരത്തിന് ദൈവിക സംരക്ഷണം ചോദിച്ചു വാങ്ങണം. ദൈവമേ, ശിരസ് മുതൽ പാദം വരെ എന്നെ അങ്ങ് സംരക്ഷിക്കണം. രോഗങ്ങൾ വരാതെ, ആപത്തനർത്ഥങ്ങൾ വരാതെ, അപകടങ്ങൾ വരാതെ പ്രാർത്ഥിക്കണം. ഈ സംരക്ഷണത്തിന് വിലയുണ്ട്. നിസ്സാരമായി കാണല്ലേ, സീരിയസ് ആണ്. ആ സംരക്ഷണം, ദൈവിക സംരക്ഷണം കുഞ്ഞെ നിനക്കുണ്ടാകട്ടെ.
ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ ദൈവം തരട്ടെ. സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്ന ആനന്ദവും ഒക്കെ നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിഴലിച്ചു നിൽക്കട്ടെ. ഫലപ്രദമായി പ്രവർത്തിക്കാനൊരു വാതിലും വഴിയും ദൈവം തുറക്കട്ടെ. പ്രതിയോഗികളുണ്ട്, സാരമില്ല. മടുത്തു പോകരുത്, ഒരിക്കലും മടുത്തു പോകരുത്, തളർന്നു പോകരുത്, ഡെസ്പാകരുത്, ഡൗൺ ആകരുത്. സന്തോഷത്തോടെ ഇരിക്കുക. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെയും 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുക. അനേകർ ഇത് കാണണം, ഈ വചനമൊക്കെ അറിയണം, എന്നിട്ട് വേണം ശക്തി പ്രാപിക്കാൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക. ഒരുമിച്ച് കാണാം. നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം തൻ്റെ വലിയ കരത്തിൽ എന്നെ നിങ്ങളെ സൂക്ഷിക്കും. ആമേൻ.